കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾക്ക് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വരണമെന്ന് മുഹമ്മദ് ഷിയാസ് ആഹ്വാനം ചെയ്തു. പ്രാവശ്യമാണ് കേരളത്തിൽ പോലും വന്നുപോയത്. ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും നവോത്ഥാന നായകന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളുമായി ഗാന്ധി സംസാരിക്കുമായിരുന്നു. എല്ലാ ആളുകളുമായി അവരുടെ അഭിപ്രായങ്ങൾ ഗാന്ധി കേൾക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം? എന്താണ് സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ? നമ്മളുടെ കടമ സമൂഹത്തോട് എന്താണ് എന്ന് ആ കാലഘട്ടത്തിലെ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ആ സ്വാതന്ത്ര്യത്തിലേക്ക്, ബ്രിട്ടീഷുകാരുടെ ഈ അടിമത്വത്തിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഗാന്ധി നയിച്ചത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ കുറഞ്ഞു വരികയാണ്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാവരും മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മാറി. നമ്മുടെ കാഞ്ഞൂരാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ നാരായണൻ നായർ. അദ്ദേഹത്തിന് നമ്മൾ ചരിത്രങ്ങളെ വിസ്മരിക്കാൻ പാടില്ല, ചരിത്രങ്ങളെ വളച്ചൊടിക്കാനും പാടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്നും ഗാന്ധി എന്താണെന്നും നെഹ്റു ആരായിരുന്നെന്നും ഇന്ദിരാഗാന്ധി ആരായിരുന്നെന്നും പട്ടേൽ ആരായിരുന്നെന്നും ആസാദ് ആരായിരുന്നെന്നും എന്നൊക്കെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. കുട്ടികൾ അത് പഠിച്ചില്ലെങ്കിൽ നാളുകളിൽ മറ്റുള്ള ആളുകൾ പറയുന്ന ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ, വസ്തുതയില്ലാത്ത കാര്യങ്ങൾ അവരത് വിശ്വസിക്കും. വസ്തുതയില്ലാത്ത തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റായ കാര്യമാണെന്നും ശരിയായത് ഇന്ന കാര്യമാണെന്നും പറയാൻ നമ്മുടെ കുട്ടികൾക്ക് അറിവുകൾ ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ നാളുകളിൽ നമ്മൾ വലിയ അപകടത്തിലേക്ക് നമ്മുടെ രാജ്യം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് വാർഡിലെ മുതിർന്ന പൗരന്മാരെയും പ്രതിഭകളെയും അൻവർ സാദത്ത് MLA ആദരിച്ചു. നഗരസഭാ ചെയർമാൻ MO ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്മജിയിൽ നിന്ന് അകന്നുപോയി. ഇവിടെ പഹൽഗാമിൽ കണ്ടത് അത് തന്നെയാണ്. മഹാത്മാഗാന്ധിയിൽ നിന്ന് നമ്മൾ അകന്നു. നമുക്ക് മഹാത്മാഗാന്ധിയിലേക്ക് മടങ്ങണം. മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് ആലുവയിൽ മഹാത്മജി വന്നിട്ട് 100 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് നമ്മുടെ ഈ കാണുന്ന മണപ്പുറം. UC കോളേജിൽ അദ്ദേഹം വന്നു. സാരമേകം എന്ന ഗുരുദേവൻ്റെ സിദ്ധാന്തത്തെ ഗാന്ധിജി അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമാകണം, ഒരു മതരാഷ്ട്രമാകാൻ പാടില്ല. അന്ന് ചില ആളുകൾ മതരാഷ്ട്രമാകണം, പാകിസ്ഥാൻ മതരാഷ്ട്രമായില്ലേ,
ഇവിടെ വേണം മതരാഷ്ട്രം. ഗാന്ധിജി പറഞ്ഞു മതനിരപേക്ഷത. ഭാരതത്തിൻ്റെ സംസ്കാരം അതാണ്. 5000 കൊല്ലത്തെ ലിഖിതമായ ചരിത്രം നമുക്കുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഖൈബർ ചുരം വഴി കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഭാരതാംബ സ്വീകരിച്ചു. സ്വന്തം മക്കളെ പോലെ. ആര്യന്മാർ വന്നു, വിദേശീയർ വന്നു, അങ്ങനെ ഒരുപാട് പേർ കടന്നു വന്നു. അവരെയൊക്കെ നമ്മൾ സ്വീകരിച്ചു. ഭാരതാംബ സ്വീകരിച്ചു. അവർക്കെല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അവരുടെ ജാതിയോ മതമോ നോക്കിയില്ല. അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ആരാധനാലയത്തിനുള്ള സ്ഥലം അനുവദിച്ചു. ആരാധനാലയം പണിതു കൊടുത്തു. എല്ലാം അവർക്ക് നൽകി. അവർ ഭാരതത്തിൻ്റെ മക്കളായി. ഇന്ന് നമ്മളെല്ലാവരും സഹോദരന്മാരെ പോലെ കഴിയുകയാണ്. മതനിരപേക്ഷത എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസിൻ്റെയും. കോൺഗ്രസ് ഒരു മതേതര പാർട്ടി. അതാണ്. ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും കോൺഗ്രസിൽ ചേരാം. എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവർക്കും കോൺഗ്രസിൽ ചേരാം. അവരുടെ മതം പ്രചരിപ്പിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അവിടെ ഭാരതത്തിൻ്റെ ഒരു തത്വശാസ്ത്രമുണ്ട്. അതെന്താണ്? അത് സഹിഷ്ണുത. വൈസ് പ്രസിഡന്റ് PA അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് തോപ്പിൽ അബു, UDF നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പുഴിത്തറ, മണ്ഡലം പ്രസിഡന്റ് ബാബു കൊല്ലംപറമ്പിൽ, മുൻ നഗരസഭാ അധ്യക്ഷ ലിസി എബ്രഹാം, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിസ ജോൺസൺ, ബ്ലോക്ക് കമ്മിറ്റി ഉപാധ്യക്ഷന്മാരായ PA മൂസാക്കുട്ടി, നസീർ ചൂർണിക്കര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അസ്ലം, മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഫീഖ് കരോട്ടക്കാട്, ഷിഹാജ് മുസ്തഫ, ഷിഹാബ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഇവിടെ പറഞ്ഞില്ല, മഹാത്മാഗാന്ധി ACC പ്രസിഡന്റ് ആയിട്ട് 100 വർഷം തികഞ്ഞതനുബന്ധിച്ചാണ് KPCC ഇങ്ങനെ കുടുംബസംഗമം സംഘടിപ്പിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ കുടുംബസംഗമം നമുക്ക് ഇത്ര മനോഹരമായി തന്നെ ഒരു കുടുംബസംഗമം തന്നെയല്ല. നമുക്കറിയാം, ഇതാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് വെച്ചാൽ എന്നും ഈ നാടിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാവരും ചേർത്ത് പിടിക്കുക. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാണ് നമ്മളെ മഹാത്മാഗാന്ധി പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമ്മളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പഠിപ്പിച്ചത്. അങ്ങനെയുള്ള നേതാക്കന്മാരുള്ള ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ആ കോൺഗ്രസ് നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര ചരിത്രവും കോൺഗ്രസിൻ്റെ ചരിത്രവും ഇഴകി ചേർന്ന് കിടക്കുന്നതാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിപ്പിച്ചെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും എത്രയോ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ട് അവിടെ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അവിടെയും ജീവൻ ബലികഴിപ്പിച്ചത്. ഞാൻ പറയുമ്പോൾ കാലത്തിനൊരു കുഴപ്പമില്ല, മനുഷ്യർക്കാണ് കുഴപ്പം. നമ്മള് കള്ളവണ്ടി എന്ന് പറയും, വണ്ടീനെ വെറുതെ കള്ളവണ്ടി എന്ന് പറയും. ടിക്കറ്റ് എടുക്കാതെ കയറുന്നവരാണ് കള്ളന്മാര് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട കാലം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കെട്ട മനുഷ്യരാണ്. ആ ദിവസം ആ ഒരു അനുസ്മരണം, ആ കാലത്തെ അനുസ്മരിക്കാൻ, നമ്മൾ അതിൽ നിന്നും വ്യതിചലിക്കാൻ വേണ്ടി നമ്മൾ ഗാന്ധി, അതേ ആദർശം, മഹാത്മാഗാന്ധിയുടെ തുടർച്ചക്കാരായ നമ്മൾ ഗാന്ധിയുടെ ആഗ്രഹവും ആദർശവും മുൻനിർത്തി അതേപടി എല്ലാ മതങ്ങളും പറയുന്ന കുടുംബങ്ങളെ നിങ്ങൾ ചേർക്കണം, ചേർത്ത് പിടിക്കാനാണ്. കുടുംബ ബന്ധങ്ങൾ ചേർക്കാനാണ് എല്ലാ മതവിഭാഗങ്ങളും, എല്ലാ മതങ്ങളും, എല്ലാ ആചാര്യന്മാരും നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഗ്രാമങ്ങളിലാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1991 ത്രിതല പഞ്ചായത്തിലൂടെ നടപ്പാക്കിയത്. ഈ ആശയം ഉൾക്കൊണ്ടാണ് നമ്മൾ 3-4 വാർഡുകളിൽ കുടുംബ സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം സ്വാതന്ത്ര്യ സമര സേനാനികളും മുതിർന്ന പൗരന്മാർ, വിദ്യാർത്ഥികൾ, കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവർ എന്നിവയും ഇവരെ ആദരിക്കുന്നുണ്ട്. 3-4 വാർഡിൽ ഉള്ള എല്ലാ ജനങ്ങളെയും പരസ്പരം കാണാനും പരിചയപ്പെടാനുമുള്ള വേദി കൂടിയാണ് ഇന്നത്തെ സംഗമം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തോട്ടക്കാട്ടുകര മണ്ഡലം വൈസ് പ്രസിഡന്റ് സമദ് ഖാനെ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വന്ന RSSകാരൻ്റെ പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ശേഷം 1947 ആഗസ്റ്റ് 15 ശേഷം 168 ദിവസമാണ് രാഷ്ട്രപിതാവ് ഈ മണ്ണിൽ ജീവിച്ചിരുന്നത്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ എല്ലാ സമുദായക്കാരെയും എല്ലാ വിഭാഗക്കാരെയും യോജിപ്പിച്ച് നിർത്താൻ ഈ ഭരണഘടന ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ച നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഇവിടെ ഒത്തിരി ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ദീർഘമായി ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും എല്ലാ ജനങ്ങളെയും അതിൽ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ ഹൈന്ദവനെന്നോ ഇല്ലാതെ എല്ലാവരും ഭാരതാംബയുടെ മക്കളാണെന്നുള്ള ഏകോദര സഹോദരന്മാരാണെന്നുള്ള ആ ഐക്യം വിളിച്ചോതിക്കൊണ്ട് ഈ ഐക്യം നമുക്കിന്ന് നിലനിർത്തണം. വരുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് സന്തോഷകരമായി ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേട്ടുക്കടവിൻ്റെ പുനരുദ്ധാരണമാണ്. അത് നഗരസഭ നേരിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ നടത്തുന്ന ഈ പദ്ധതി, കാരണം അത് നമ്മുടെ ഈ നഗരസഭയിൽ ഈ ഒരു വാർഡിന് മാത്രമാണ് ആ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. അത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. നെഹ്റുജി മുതൽ ഇങ്ങോട്ട് ഉണ്ടായിരുന്ന ആ പ്രസിഡന്റുമാരുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിമാരുടെയൊക്കെ കീഴിലുണ്ടായിരുന്ന ഒരു രാജ്യമല്ല ഇന്നിപ്പോൾ. നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായ ഈ കാശ്മീരിലുണ്ടായ ഒരു സംഭവം നമ്മളെ ഏറെ ചിന്തിപ്പിക്കണം. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായി അവർ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ പാകിസ്ഥാനാണ് പറഞ്ഞത്, ഞങ്ങൾ ഇവരെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് അസന്നിഗ്ധം പറഞ്ഞു കഴിഞ്ഞു. വളരെ സന്തോഷകരമായ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. വളരെ നല്ല പ്രാതിനിധ്യം 3-ാം വാർഡിൻ്റെയും 4-ാം വാർഡിൻ്റെയും ഈ കുടുംബസംഗമത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമാണ്. ഇത് സംഘടിപ്പിച്ച 3-ലെയും 4-ലെ വാർഡ് കമ്മിറ്റികളെയും അതിൻ്റെ പ്രസിഡന്റുമാരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ ഐശ്വര്യവും അവർക്ക് നേർന്നുകൊണ്ട് എല്ലാവിധ പറയാനുള്ളത്, നമ്മളെ അടിമകളാക്കി മാറ്റുന്ന ഒരു വലിയ ലഹരി എന്ന് പറയുന്ന വലിയ സംഭവത്തിനെതിരെ വലിയ തരത്തിൽ രംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങി ഈ നാട്ടിലെ രാസലഹരിക്കെതിരെ വലിയ തരത്തിലുള്ള പടയണ സൃഷ്ടിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞു. കഴിഞ്ഞ നാളുകളായി ഈ നമ്മുടെ മേഖലകളിലെല്ലാം തന്നെ ഇതേ രീതിയിലുള്ള കുടുംബസംഗമം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ പ്രിയമുള്ള MLA അടക്കം ജോണേട്ടനും DCC പ്രസിഡന്റും ഒക്കെ വിവരിച്ചു. മഹാത്മാഗാന്ധി AICC പ്രസിഡന്റായതിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാവരും എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള കുടുംബസംഗമങ്ങൾ നടക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ കുടുംബസംഘം മുന്നോട്ട് പോകുന്നതെങ്കിലും ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊരു ആശങ്കയുണ്ടായി. പക്ഷേ ഈ സദസ്സ് വന്ന് കണ്ടപ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ജോണേട്ടൻ പറഞ്ഞ പോലെ ഗാന്ധിയെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന നമ്മുടെ പ്രിയമുള്ളവരുടെ മുന്നിലേക്ക് ആ കുടുംബസംഗമത്തിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഓടിയെത്തിയിരിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ചിട്ട് മനോഹരമായ ഒരു സദസ്സാക്കി മാറ്റിയ എൻ്റെ പ്രിയമുള്ള എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയവർ, ഉന്നത വിജയം കൈവരിച്ചവർ അടക്കം, ഗായകരടക്കമുള്ളവരൊക്കെ ഇവിടെ നിന്നും ആദരവ് ഏറ്റുവാങ്ങി ഇവർക്കൊക്കെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബസംഘം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൻ്റെ വിജയം നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതിനൊക്കെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.